ഹലോ ഗായ്സ്, എല്ലാവർക്കും ഐഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വേറൊന്നുമല്ല, ഞാൻ മുമ്പ് ഒരു വീഡിയോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. ഇന്നലെ വന്നതാണ് ആക്ച്വലി. അപ്പം ഇവിടെ അടുത്തൊരു ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു മരണം ഉണ്ടായിരുന്നു. ഒരു 3 വീട് അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളിവിടെ വരാറുണ്ട്. ഇതുപോലെ ചേട്ടന് നൈറ്റൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാനും കുഞ്ഞും ഞങ്ങളിവിടെ ആക്കിയിട്ടൊക്കെയാണ് ചില ദിവസങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു വീഡിയോ അങ്ങനത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെൻ്റെ വീട്ടിൻ്റെ എന്താ പറയുക ബാക്ക്, ടെറസിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇത്. തൊട്ട് ഫ്രണ്ടിൽ റോഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വയലാണ്. ഇത് അക്കരെ വശമാണ് കേട്ടോ. അക്കരെ അവിടെ റോഡുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആ മരത്തിൻ്റെ ചില്ലൊക്കെ ഇങ്ങനെ വളർന്നു കയറിയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ലപോലെ കാണാൻ പറ്റാത്ത. അവിടെ വണ്ടികളൊക്കെ ഇവിടെ നിന്നുള്ള വ്യൂ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇത് വരുന്നത്. ഹൈവേ ആണ് അവിടെ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ എത്രത്തോളം വിസിബിളാണെന്ന് അറിയില്ല. ഞാനൊന്ന് നോക്കി നോക്കട്ടെ. കാണുന്നുണ്ടായിരിക്കുമോ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അത് 4 വരി പാതയാണ്. അപ്പോൾ ഈ റോഡ്, ഞങ്ങളുടെ ഈ റോഡ് ചെന്ന് എൻഡ് ചെയ്യുന്നത് അവിടെയാണ് കേട്ടോ. ആ ഹൈവേയിലാണ് ചെന്ന് കയറുന്നത്. പിന്നെ അവിടെ അമ്പലമാണ്, അവിടെ അമ്പലമുണ്ട്, അവിടെ അമ്പലമുണ്ട്. അത് വേറെ ഒന്നുമല്ല, അവിടെ ഇപ്പോൾ ഉത്സവമാണ് കേസ്. അതാണ് ആ പാട്ട് കേൾക്കുന്നത്. അവിടെ ഒരു മുത്തുമാരിയമ്മൻ ക്ഷേത്രമാണ്. ആ ഹൈവേയുടെ അടുത്തായിട്ടുള്ളത് മുത്തുമാരിയമ്മൻ ക്ഷേത്രമാണ്. ഇവിടെ ഒരു തമ്പുരാൻ ക്ഷേത്രമാണുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്. ഇതിൻ്റെ അപ്പുറത്തുള്ളത് വല്യച്ഛൻ്റെ വീടാണ്. പിന്നെ ഇത് മേളിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ കുടുംബ വീടാണ്. എൻ്റെ എന്താ പറയുക, കൊച്ചച്ഛനും കുഞ്ഞമ്മയും മോനും പിന്നെ ഞങ്ങളുടെ അമ്മൂമ്മയാണ് അവിടെ താമസിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നതറിഞ്ഞിട്ട് എന്നെയും കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മൂമ്മ. അപ്പം ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോവും. അപ്പോൾ അതിന് മുന്നിട്ട് ഞാനൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഇടയ്ക്ക് എപ്പോഴോ വന്നപ്പോൾ നനച്ചിട്ടതാട്ടോ തുണിയൊക്കെ, കുഞ്ഞിൻ്റെ എൻ്റെയൊക്കെ. അത് തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട്. അവിടുത്തെ വീടെന്ന് പറയുന്നത് കടയും വീടും കൂടെ ആയിട്ടുള്ളതാണ് കേട്ടോ. അവിടെ ഫ്രണ്ട് സൈഡിൽ അവർക്ക് കടയുണ്ട്. ഈ ഒരു റോഡിൽ, ഈ ഒരു ഏരിയ മീൻസ് നമ്മുടെ ഈ റോഡിൽ തന്നെ ആകെയുള്ള ഒരു കട അത് മാത്രമാണ് കേട്ടോ. പിന്നെ ജംഗ്ഷൻ ഇവിടുന്ന് അടുത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെന്നിട്ട് അവിടുത്തെ കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്. നല്ല രസമുണ്ടല്ലേ പൂവൊക്കെ. ഇത് കണ്ടോ ഗൈസ്, മൊത്തം ഒരു എന്താ പറയുക പൂങ്കാവനമാണ്. എന്ന് വെച്ചാൽ അച്ഛനിപ്പോൾ എന്താ പറയുക പൂക്കളൊക്കെ വളർത്തുന്ന അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഇപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ബൊഗൻവില്ലയൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ കണ്ടോ ഒരു വലിയൊരു, പിന്നെ അച്ഛനവിടെ താഴെ ഇരിപ്പുണ്ട്. അവിടെ ചക്ക ഉള്ളി പറക്കിക്കൊണ്ടിരിക്കുകയാണ്, ചുളയെല്ലാം പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അച്ഛൻ്റെ ഹോബി എന്ന് പറയുന്നത്. റോഡിൻ്റെ അപ്പുറമുള്ളതും അച്ഛൻ തന്നെ നോക്കുന്ന ചെടികൾ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഇതുണ്ടോ കൊലാന്ന് നിൽക്കുവാണ്. നല്ല രസമുണ്ട് കാണുമ്പോൾ തന്നെ. നമുക്ക് കണ്ണിന് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇതിങ്ങനെ കൊലാന്ന് നിൽക്കുന്നത് കാണാൻ. മരണ വീട് അങ്ങോട്ടേക്കാണ്, അവിടെയാണ്. അപ്പം വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും വല്യച്ഛൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെയായിരുന്നു മരണം. എൻ്റെ ഒരു വല്യച്ഛൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് എൻ്റെ മാതാശ്രീ. അപ്പോൾ ഞാൻ എന്താ പറയുക, വലിയ അങ്ങനെ ഇതുവരെയുള്ള വീഡിയോസിലൊന്നും ആളെ കണ്ടിട്ടില്ല. ഇതാണ് എൻ്റെ അമ്മേൻ്റെ പേര് ശ്രീകല. അനിയനുണ്ട്, പക്ഷെ അവന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു.
അവനിങ്ങനെ വരാറില്ല വീഡിയോസിലൊന്നും. അതുകൊണ്ടാണ്. പിന്നെ വേണ്ട അച്ഛൻ നേരിപ്പുണ്ട്. ഒരു ഹായിയോട് വീഡിയോ മാലരാത്രി എപ്പോഴും ഇങ്ങനെയാണ് മാലയും സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ. അങ്ങനെ ഞാനും അങ്ങനെ ഞാനും കിച്ചൂട്ടനും കൂടെ അമ്മൂമ്മയെ കാണാൻ വേണ്ടി പോവാണ്. നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് ഇതിലേ വേണം ഗൈസ് കയറി പോവാൻ. പൊക്കത്തിലാണ്, ഇച്ചിരി പൊക്കത്തിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കുടുംബ വീട്. ഞങ്ങൾ വളർന്നതൊക്കെ ഇവിടെയാണ്. ജനിച്ചത് ഹോസ്പിറ്റലിലാണ്, വളർന്നതൊക്കെ ഇവിടെയാണ്. ഇവിടെ ഒരു മുറി കൂടെ ഉണ്ടായിരുന്നു, അതിപ്പോൾ പൊളിച്ച് കളഞ്ഞു. അമ്മൂമ്മ 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 ദാ കിച്ചൂട്ടെ. ഡാരി വെക്കല്ലേ, ഡാരി മുത്തശ്ശി ഒരുത്തൻ കാണിച്ച പണിയുണ്ട് ഗൈസ്. ഉണ്ടേ കല്ലെടുത്തിട്ട് ഈ ചെടിച്ചട്ടി ഇവിടെ ഇരുന്നതാണ്. ചെടിച്ചട്ടി എടുത്ത് താഴെയിട്ട് ഈ കല്ലെടുത്ത് എറിഞ്ഞതാണ് അതിൻ്റെ പുറത്തൂടെ. ഇതാണ് ഇവനെ കൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റും. കല്ല് കൊച്ചിച്ച വണ്ടിക്ക് എന്താ വയ്ക്കുന്നത് ഞാന്നാ പറയുന്നത് അമ്മമ്മ. അതിന് ഞാൻ എടുത്ത് ചെറുക്കെ ഇട്ടത്. ഇവിടെയാണ് കിച്ചോ കയറിപ്പോയേ. ഇതാണ് സമാധാനത്തിൽ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല. ഇവൻ്റെ കാര്യം ഇതാണ്. അപ്പം ഇവിടെ ഒരു മുറിയും ഒരു അടുക്കളയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളിവിടെയായിരുന്നു. അത് ഈ മുറിയും ആ ഒരു പോർഷനിൽ അടുക്കളയായിരുന്നു ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ താമസം മാറുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട്ടിൽ താമസം മാറുന്നതിന് മുമ്പിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ വീട് പാല് കാച്ച്. അതിന് മുമ്പിട്ട് വരെ ഞങ്ങൾ താമസിച്ചിരുന്നത് ഈ ഒരു പോർഷനിലായിരുന്നു. അപ്പം എന്താ പറയുക, ഇവിടെ ഇപ്പം പൊളിച്ച് മാറ്റിയേക്കുവാണ്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ സ്വർഗം ഒരു സമയം. അവിടെ TV, ഇവിടെ അലമാര, അങ്ങനെയൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ എന്താ പറയുക കട്ടിൽ, ആ ഒരു തട്ട് കാണുമ്പോൾ അറിയാം. അതിൻ്റെ അപ്പുറം അടുക്കള. പിന്നെ എന്നിട്ട് ഈ വശത്തോട്ടായിരുന്നു പുറത്തോട്ടുള്ള വാതിൽ. ഇവിടുന്ന് റൂമിലേക്ക് കയറാൻ വാതിലുണ്ട്, അല്ലാതെ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള വാതിൽ അവിടെയായിരുന്നു. ഇത് ഇവിടെ മേൽവശമാണ്. മേളിലോട്ടും വീടുകളൊക്കെ ഉണ്ട്, ചെറിയ പക്ഷെ വണ്ടി പോകത്തില്ല. ഇവിടെ വരെ വണ്ടി വരത്തുള്ളൂ. മേളിലോട്ട് മേളിൽ റോഡുണ്ട് കേട്ടോ, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ മേളിലോട്ടും ഒത്തിരി വീടുകളൊക്കെ ഉണ്ട്. കിച്ചൂട്ട ഇവനെ വെച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ടപ്പാടാണ്. എന്നുവെച്ചാൽ കണ്ടില്ല, ഒരു സമയത്തും മിണ്ടാതിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കടിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇനി സമാധാനത്തിൽ വീഡിയോ എടുക്കാൻ കാണുന്ന പോലെ അല്ല. ഒന്നിൽ ഇവനെ എന്തെങ്കിലും എൻഗേജ്ഡ് ആക്കി ഇരുത്തിയിട്ട്, അല്ലെങ്കിൽ ഇവനെ ഉറക്കി കിടത്തിയിട്ടൊക്കെയാണ് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും കൊച്ചു വലിയ ബഹളം ഇല്ലാത്തതുകൊണ്ട്, എല്ലാവരും പറയുന്നതും അതാ, കൊച്ചു വലിയ ബഹളം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതാ വരണം കുഞ്ഞമ്മ, ഇതെവിടെ പോയതാ? ഞാൻ വീഡിയോ എടുക്കണം കേട്ടാ, യൂട്യൂബിൽ ഇടാൻ. ഇതാണ് കുഞ്ഞമ്മ. തന്നെ ആട്ടൂനെ കാണണമെന്നും പറഞ്ഞിട്ട് ഇവിടെ ആടും കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്ര ആട് കുഞ്ഞമ്മ? ഇത് ഇത്ര തന്നെ, 1 2 3 4 5 6 അല്ലേ? ആട് അവന് തറ ഇറക്കൂല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞമ്മ ഇതാണ് ഇവനെ വെച്ചോണ്ട്
പിന്നെ അത് കോഴി. ആ കൂടാവും ഞാൻ ഇല്ലാതെന്ന് പറഞ്ഞാൽ റെഡിയാക്കിയ ആ കൂടാനാ ഇല്ലാതെന്ന് പറഞ്ഞ ഒരെണ്ണത്തിന് പിടിച്ചോണ്ടെന്ന് പറഞ്ഞു അന്നെ. ഞങ്ങൾ മുട്ട തീരുമ്പം ഇവിടെ നിന്നാണ് കേട്ടോ മുട്ട വാങ്ങിക്കുന്നത്. വന്നിട്ടുള്ളൊരു പുതിയ അതിഥിയാണിത്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇവനെ കണ്ടിട്ടില്ല കേട്ടോ. അതാണ്ടേ കാണുന്നോ? ആണ്ടേ ഒരു കുഞ്ഞനൊരാൾ. അവൻ ആ ബട്ടർഫ്ലൈയെ നോക്കിയിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ഹലോ ഹലോ. ഇതാരുടെ ഒപ്പം അവൻ നോക്കുന്നത് കേട്ടോ. അവനാണോ അവളാണോ അറിയത്തില്ല. ഇവിടെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വരുന്നതെന്നാ കുഞ്ഞമ്മ പറഞ്ഞത് കേട്ടാ. വീടല്ലേ, ഞാൻ അങ്ങോട്ട് പോകാൻ കഴിച്ചില്ലെങ്കിൽ അത് ഉരുണ്ടടിച്ചിട്ട് അങ്ങ് പോവും. കുഞ്ഞു പൂച്ച കേട്ടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരാം. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാൽ അത് അങ്ങ് താഴെ കുഴിയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോവും കേട്ടോ, വീട്ടിലേക്ക് പോവും. പിന്നെ ചേട്ടൻ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നതായതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആൾ കിടന്നതാണ്. അപ്പം എന്താ പറയുക, കുറച്ച് കഴിയുമ്പം ഇപ്പം ഞങ്ങൾ ഇറങ്ങും. ചേട്ടനിപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങും. കുഞ്ഞിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ഇനി ഞാനും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അതാ കണ്ടോ, പോ എവിടെ പോവാൻ, എവിടെ പോണം? അമ്മമ്മ വേണ്ടേ എടുക്കാൻ പോണം. മനസ്സമാധാനത്തിൽ നിന്നൊരു വൈൻഡപ്പ് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവനുള്ളപ്പോൾ ഇങ്ങനെ തന്നെയാണ്, ഇടയ്ക്കൂടെ കയറി വരും. എത്ര തവണ ഞാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണെന്നറിയോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ സാഹചര്യം, ഒന്നുകിൽ ഫോൺ കിട്ടില്ല. ഇത് ചേട്ടൻ്റെ ഫോണാണ്. എൻ്റെ ഫോണിൽ ഞാൻ വ്ളോഗ്സൊന്നും അങ്ങനെ എടുക്കാറില്ല. ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെയാണ് എൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ ലോങ് വീഡിയോസൊക്കെ ചേട്ടൻ്റെ ഫോണിൽ തന്നെയാണ് എടുക്കുന്നത്. ഇന്നായപ്പോൾ ചേട്ടൻ്റെ ഫോൺ കിട്ടി, ചേട്ടനുണ്ട്. അപ്പോൾ ഇന്ന് പറ്റിയൊരവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്തതാണ്. ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യമായിട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുവാണ്. ഈ ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇവിടെ ഉള്ള അവരും പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ, ചേട്ടൻ്റെ വീട്ടിലുള്ളവർ, ഇത്രയും മാത്രമായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ കുഞ്ഞും ചേട്ടനും ഞാനും ഞങ്ങളുടെ ഇത്രയും ഫാമിലിയായിരുന്നു എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. എന്താ പറയുക, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഓരോ സബ്സ്ക്രൈബേഴ്സും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ.